ഒരു സർക്കാർ സംവിധാനത്തെ വിശ്വസിച്ച് അവനവന്റെ ആരോഗ്യവും ജീവനും ഒക്കെ ആശുപത്രിയിൽ അവരുടെ അധികൃതരുടെ ഉത്തരവാദിത്വ ബോധത്തിന് പൗരബോധത്തിന് ഒക്കെ മുന്നിൽ വിശ്വാസം അർപ്പിച്ചെത്തുന്നവരാണ് അവിടുത്തെ രോഗികൾ. SAT ആശുപത്രിയിലെ ഗുരുതരമായ പ്രശ്നത്തിൽ എന്താണ് ആശുപത്രിയിൽ എത്തിയവരുടെ പ്രതികരണം എന്നതുകൂടി നമുക്ക് നോക്കാം. ഇവിടെ കറണ്ട് ആദ്യം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മിന്നിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കറണ്ട്. ഇപ്പോൾ വരുമെന്ന് പറയാനല്ലാതെ ഒന്നും അറിയാൻ പറ്റില്ല. ആശുപത്രിയിൽ ആരാ ഉള്ളത്? എൻ്റെ അനിയത്തിയാണ്. അനിയത്തി വൈഫുണ്ട്, അതിൻ്റെ കൊച്ചിനാണ്. ഇങ്ങനെയാണ് നിൽക്കുകയാണ്. അത് പോകാൻ പറ്റിയില്ല, അവരാരും കയറ്റി വിടുന്നില്ല. അവരവിടെ അടച്ചു പൂട്ടിയിരുന്നു. ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം വിശ്വസിച്ചാണ് ഇവിടെ വരണത് തന്നെ. അവിടെ തന്നെ ഇങ്ങനെ വന്നത് വഴി എന്താ പറയുക. പിന്നെ AK സ്റ്റെഫിനും അമൽ തേനമറമ്പനും നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് SAT ആശുപത്രിയിൽ നിന്ന്. സ്റ്റെഫിനിലേക്ക് പോകാം. സ്റ്റെഫിൻ, ഇത്രയും ഗുരുതരമായ ഒരു വീഴ്ചയുണ്ടാകുന്നു, ആരോടാണ് ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതറിയാതെ ആളുകൾ മുഖത്തോട് മുഖം നോക്കിയിരിക്കേണ്ടി വരുന്ന ഗതികേടുണ്ടാകുന്നു. ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലല്ല, ഇത് ഒരു വലിയ മോളിലല്ല. വൈദ്യുതി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടല്ല, ജീവനടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രശ്നം നേരിടേണ്ടി വരുന്നത്. ഒരു ആശുപത്രിയിൽ പകരം സംവിധാനം ഇല്ലാതെ പോകുന്നത് എത്രത്തോളം വലിയ കെടുകാര്യസ്ഥതയാണ് സ്റ്റെഫൻ? മാധു, ഈ പറഞ്ഞ സ്ഥലത്തൊന്നുമല്ല ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം. ഒപ്പം നമ്പർ 1 കേരളത്തിലാണ് എന്നുള്ളതും ഏറെ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ SAT ആശുപത്രി എന്ന് പറയുന്നത് ഈ അതിസാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. ഒപ്പം ഈ ഗുരുതരമായി രോഗം ബാധിച്ച് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെയും കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഒക്കെ അവസാന വാക്കുകൂടിയാണ് SAT ആശുപത്രി. അവിടെയാണ് ഇത്തരത്തിൽ അതിഗുരുതരമായി 4 മണിക്കൂറോളം ജീവഹാനി തന്നെ സംഭവിക്കാൻ ഇടയാകുന്ന തരത്തിൽ 4 മണിക്കൂറോളം വൈദ്യുതി ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ അമൽ തേനപ്പറമ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇന്നലെ രാത്രി മുതൽ ഈ പ്രതിഷേധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു വിഷയം ഉണ്ടാകുന്ന സ്ഥലം ഈ SAT ആശുപത്രിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. കാരണം ഒരുപക്ഷെ കുറേ നേരം കൂടി വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവഹാനി അടക്കമുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് തന്നെ സംഭവിച്ചേക്കാം. അപ്പോൾ ഇതിനാരാണ് ഇത് യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടത്? എന്തെങ്കിലും തരത്തിലുള്ളൊരു ഈ വീഴ്ച എവിടുന്ന് ഉണ്ടായി എന്ന് പഠിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുണ്ടോ ഇതുവരെ? സ്റ്റെഫിനെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീഴ്ചയുണ്ടായി എന്നുള്ളത് ഒരു പുതിയ സംഭവമായി കണക്കാക്കുന്നതേയില്ല. പക്ഷേ ഇന്നലെ ഉണ്ടായത് അത്യന്തം ഗൗരവതരമായ വിഷയമാണ് എന്ന് പറയാതെ വയ്യ. ഇവിടെ ലിഫ്റ്റിലൊക്കെ ആൾ കുടുങ്ങിക്കിടന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നില്ല. ഇവിടെ കുഞ്ഞു കുട്ടികളാണ്, അതായത് കൈക്കുഞ്ഞുങ്ങളുമായി നടക്കുന്ന അമ്മമാർ, ഗർഭിണിമാർ, അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയ അടക്കം കഴിഞ്ഞ് വെന്റിലേറ്ററിലടക്കം കിടക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇന്നലെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലടക്കം പ്രതിസന്ധി ഫോണിന്റെ ലൈറ്റിൽ ശസ്ത്രക്രിയ ആശുപത്രിയിൽ എന്നുള്ളത്, അതായത് തെക്കൻ കേരളത്തിൽ, സ്റ്റെഫിൻ കൊല്ലംകാരനാണ്, സ്റ്റെഫിനെ അറിയാം. ഇപ്പോൾ ഈ ഒരു തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയ കേന്ദ്രമാണ് SAT. സ്വകാര്യ ആശുപത്രികളിൽ വലിയ പണം മുടക്കി ആളുകൾ പോകുന്നതിലുമൊക്കെ വിശ്വാസത്തോടു കൂടി വരുന്ന ഒരു ആശുപത്രിയാണ് തിരുവനന്തപുരം SAT ആശുപത്രി. അങ്ങനെ 6 മണി മുതൽ ഏകദേശം 4 മണിക്കൂറിന് ശേഷമാണ് പിന്നീട് കറണ്ട് വരുന്നത്. ഈ പല സ്ഥലങ്ങളിൽ നിന്നും പെട്ടെന്ന് ഒരു സമയത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പെട്ടെന്ന് ഓടിക്കൊണ്ടുവരുന്ന ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിൽ അതിഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൂടി ശ്രദ്ധിക്കണ്ടേ അല്ലേ? എന്നിട്ട് ഇന്നലെ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. ഇന്നലെ ആ സമയത്ത് ശരിക്കും എന്തായിരുന്നു നിങ്ങൾ നേരിട്ട ഒരു ബുദ്ധിമുട്ട്? ശരിക്കും നേരിട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരുപാട് എമർജൻസി ആയിട്ടാണ് ഓരോ പേഷ്യൻസ് എല്ലാവരും വരുന്നത്. അപ്പം കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അനൗൺസ്മെന്റ് അനുസരിച്ചാണ് ഇപ്പോൾ ഡെലിവറി ആവുന്നതും. ഇവിടെ അനൗൺസ്മെന്റ് അനുസരിച്ച് അകത്തോട്ട് ആൾക്കാർ കയറുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡെലിവറി അനൗൺസ്മെന്റ് അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കറണ്ട് മൊത്തത്തിൽ വിച്ഛേദിക്കപ്പെടുമ്പോൾ നമുക്കത് ഒന്നാമത് സാധ്യമല്ല. അടുത്ത് പിന്നെ കുറെ പേഷ്യൻസ് ഉണ്ട്, അവര് ലേബർ റൂമിലാണ്. അപ്പോൾ മാസം തികയാത്തവർ, അങ്ങനെയുള്ള ഈ ശരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നിന്ന് കൈവിട്ട കേസുകളാണ് ശരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ടാണ് ഫൈനൽ ചോയ്സ് ഇവിടെയാണ്. അപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു മണിക്കൂറില്ലെങ്കിൽ വേറെ ജനറേറ്ററാണ് കംപ്ലൈന്റ്, വേറെ ജനറേറ്റർ വെച്ചവർക്ക് ബാക്കപ്പ് ചെയ്തതിന് കുഴപ്പമില്ല. ഇത് 4 മണിക്കൂർ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് പോലീസിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോലീസ് വന്നായിരുന്നു. ആ സമയത്ത് പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് കൂടെ ഇരുന്നവർ തന്നെയാണ് എപ്പോ കറണ്ട് വരുമെന്ന് മാന്യമായിട്ട് ചോദിച്ചത്. അപ്പം അവർക്ക് കറക്റ്റുള്ള ഉത്തരവില്ല. അപ്പൊ പ്രതിഷേധം ഉണ്ടായപ്പോൾ പോലീസ് വന്നു ചോദിച്ചു, നിങ്ങൾ ക്ഷമിക്കുക എന്നാ ആദ്യം പറഞ്ഞു. അപ്പൊ നിങ്ങളെ വീട്ടിലായി ക്ഷമിക്കുകയല്ലേ, ഇത് വീടാണോ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി? അപ്പോൾ അവിടെ വെച്ച് പ്രശ്നം ഉണ്ടായ ശരിക്കും ഉന്നത അധികാരികളിലായിട്ട് ഇരിക്കുന്നവര് ശരിക്കും ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കണം. പാവപ്പെട്ടവരും ഒരു ആശ്രയവും ഇല്ലാതെയാണ് ഇവിടെ വരുന്നത്. അവരുടെ ഒരു മാനസികാവസ്ഥ ശരിക്കും മനസ്സിലാക്കണം. പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു
അങ്ങനെ ഒരു ദുർഘടമായ കാരണം എന്ന് പറഞ്ഞാൽ INICU-ലിരിക്കുന്ന കുട്ടികളുണ്ട്, അതിൻ്റെ അങ്ങനെ ഉള്ള പേരൻസ് ഉണ്ട്. പേരൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നും അറിയാൻ പറ്റത്തില്ല. ബാക്കി നിങ്ങൾ ഈ പുറത്തെ ഈ കറണ്ട് പോയ സമയത്ത് നിങ്ങൾ ബന്ധുക്കളൊക്കെ പുറത്തും നിങ്ങളുടെ ചികിത്സയിലുള്ള ആളുകൾ ആശുപത്രിക്ക് അകത്തുമായിരുന്നില്ല, അവിടേക്ക് പോകാനൊന്നും പറ്റിയില്ല, അവരുടെ അടുത്തേക്ക് പോകാനൊന്നും പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും നടക്കുന്നത്. അത് സെക്യൂർ ആയിട്ട് തന്നെ അങ്ങനെ തന്നെ വേണം എങ്കിൽ, കാരണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മിസ്സാവും, അങ്ങനെയൊക്കെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പുറത്തുനിന്നുള്ളവരെ കയറ്റാൻ പാടില്ല, അതൊക്കെ ഓക്കെയാണ്. ഡോക്ടർമാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഈ കറണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല അവർ വിളിക്കുന്നുണ്ടോ, നമുക്ക് പേഷ്യൻസ് ഏത് അവസ്ഥയിൽ നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും കറണ്ട് പോയി ഒരു അവറിൽ ബാക്കപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. ശരിക്കും എൻ്റെ ഒരു ചെറിയ അറിഞ്ഞത് ആദ്യം ഇലക്ട്രിസിറ്റി പോയായിരുന്നു. ഇലക്ട്രിസിറ്റി ഇവിടെ 2 ദിവസം കൊണ്ടില്ല, ജനറേറ്റർ വഴിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ജനറേറ്ററും കേടായി. അപ്പോൾ ഈ ജനറേറ്റർ കേടായ ഉടനെ ഒരു മണിക്കൂറിൽ വേറൊരു ജനറേറ്റർ കൊണ്ടുവന്നാൽ ഒരു കുഴപ്പമില്ല, ഒരു 10-15 മിനിറ്റ് അപ്പം ശാന്തമാവും, ഒരു അരമണിക്കൂറിൽ ശാന്തമാവും. കാരണം എന്താ, ഇപ്പോൾ ഒരു പാർട്ടി പരിപാടി നടക്കുന്നു, പെട്ടെന്ന് കറണ്ട് എല്ലാം പോകുന്നു. എന്തായാലും ഉടനെ ഒരു ബാക്കപ്പ് ചെയ്യത്തില്ലേ, ഏത് പാർട്ടി ആയിരുന്നാലും എന്ത് പരിപാടിയോ ഉടനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ബാക്കപ്പ് ചെയ്തില്ലേ. ഇത് തിരുവനന്തപുരം സിറ്റിയാണ്. ജസ്റ്റ് ആരെങ്കിലും വിളിച്ച് എത്രയോ സൗണ്ട്സ് ഉണ്ട്, ജസ്റ്റ് അവരെ വിളിച്ചൊന്ന് ബാക്കപ്പ് ചെയ്താൽ മാത്രം മതി. ഒരു അങ്ങോട്ടുള്ള ഒരു ദുർഘടമായ ഒരു വിഷമമായ അവസ്ഥയിൽ പോകത്തില്ല, ഇത്രയും സംഘർഷം ഉണ്ടാകത്തില്ലായിരുന്നു. ശരി, അതാണ്